എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനും ചോദിക്കുന്ന ഒരു പോർഷനാണ് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്നത്. സോ നമുക്ക് ഇന്ന് ആ പാർട്ടിൽ നിന്നൊരു ചോദ്യം ആയാലോ. ചോദ്യം ഇതാണേ: ദ റേഡിയസ് ഓഫ് എ സർക്കുലർ ഫീൽഡ് ആൻഡ് ലെങ്ത് ഓഫ് സ്ക്വയർ ഫീൽഡ് ആർ ദ സെയിം, ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദെയർ പെരിമീറ്റർ. ഓക്കെ, അപ്പം അവരുടെ പെരിമീറ്ററിൻ്റെ റേഷ്യോ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഈ ക്വസ്റ്റ്യനിൽ നിന്ന്. സോ ഇവിടെ തന്നിരിക്കുന്ന വാല്യൂസ് നമുക്കൊന്ന് എടുത്തെഴുതിയാലോ. ദ റേഡിയസ് ഓഫ് എ സ്ക്വയർ സർക്കുലർ ഫീൽഡ് ആൻഡ് ലെങ്ത് ഓഫ് സ്ക്വയർ ഫീൽഡ് ആർ ദ സെയിം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ റേഡിയസ് ഓഫ് എ സ്ക്വയർ ഫീൽഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? R ആണ് അല്ലേ. R ഈസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് സ്ക്വയർ ഫീൽഡ് എന്നാണ് തന്നിരിക്കുന്നത്. അതായത് സ്ക്വയർ ഫീൽഡിൻ്റെ ലെങ്ത്തും സർക്കുലർ ഫീൽഡിൻ്റെ റേഡിയസും സെയിം ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ R ഈസ് ഈക്വൽ ടു A എന്ന് പറയുന്നതാണ് നമുക്ക് കിട്ടുന്നത്. സോ ഇനി അതിൻ്റെ പെരിമീറ്ററിൻ്റെ റേഷ്യോ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം സർക്കുലർ ഫീൽഡിൻ്റെ പെരിമീറ്റർ എന്തായിരിക്കും? നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. 2πr ആണ് സർക്കുലർ ഫീൽഡിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത്. റേഷ്യോ ആകുമ്പോൾ നമ്മൾ ഈ സൈൻ ആയിരിക്കുമല്ലോ ഇടുന്നത്. ദെൻ നമ്മുടെ സ്ക്വയർ ഫീൽഡിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 4a ആണ്. നമുക്കറിയാം സ്ക്വയറിൻ്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. അതുകൊണ്ട് 4a ആയിരിക്കും നമുക്ക് ഇതിൻ്റെ പെരിമീറ്റർ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ R ഈസ് ഈക്വൽ ടു A എന്ന് പറയുന്ന റിലേഷൻ നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ നമുക്ക് ഈ Rനെ എന്തായിട്ട് എഴുതാൻ പറ്റും? A ആയിട്ട് എഴുതാൻ പറ്റും. ഇനി ഇവിടെ നിന്ന് തന്നെ നമുക്ക് എനെയും ക്യാൻസൽ ചെയ്ത് കളയാം. 4 ഇവിടെ 2 ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് π/2 എന്ന് പറയുന്നൊരു ആൻസർ കിട്ടും. ദെൻ പൈനെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. പൈ എന്ന് പറയുന്നത് 22/7 ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ പൈക്ക് നമുക്ക് 22/7 എന്ന് പറഞ്ഞാൽ വാല്യൂ ഇട്ട് കൊടുക്കാം. ഓക്കെ, 22/7 2 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2നെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ഇത് 11 ആയിട്ട് മാറും. സോ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 11:7 നമുക്ക് ഇങ്ങോട്ട് എഴുതാം. 11:7. അപ്പം 11:7 ആണ് അവരുടെ പെരിമീറ്ററിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത്. അപ്പം സെറ്റായില്ലേ? കിട്ടിയില്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ.